ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ എല്ലാവരും പറയുന്നത് നിങ്ങളുടെ വീട് എവിടെ, നിങ്ങളുടെ വീടൊന്ന് കാണിക്കാത്ത എന്നാണെന്ന്. പക്ഷെ നമ്മുടെ വീട് കാണിക്കാനുള്ള സാഹചര്യം അല്ലായിരുന്നു നമുക്കുള്ളത്. ഇതാണ് നമ്മുടെ വഴിയാണിത്. ഇവിടുന്ന് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും നല്ല വഴിയാണ്, പക്ഷെ ഇവിടുന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഇത് മുകളിലോട്ട് കയറണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇത് തൊഴിലുറപ്പുകാർ വന്നാണ് ഇതെല്ലാം കാട് കയറി കിടക്കുമായിരുന്നു. എനിക്ക് തെളിക്കാനൊന്നും വേണം. ഇപ്പൊ തൊഴിലുറപ്പുകാർ കഴിഞ്ഞ ആഴ്ച വന്നാണ് 5-6 പെണ്ണുങ്ങൾ വന്നാണ് ഇതെല്ലാം ഒന്ന് തെളിച്ചു തന്നത്. പക്ഷെ നമുക്ക് കാണുമ്പോൾ വഴിക്ക് കുഴപ്പമില്ല ആവുന്നവർക്ക്. പക്ഷെ അത് വളരെ ഇത്രയും ലെവലാണ് മുകളിലോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാണ് നമ്മൾ വീടും നമ്മുടെ വഴിയും ഒക്കെ. അപ്പൊ നമ്മുടെ വീട് നമുക്കൊന്ന് കാണാം. നമ്മളിപ്പോ എന്റെ വീടെന്ന് പറഞ്ഞ ഒരു 10-50 വർഷത്തെ പഴക്കമുള്ള വീടാണ്. നമുക്ക് ഇവിടെ ഒരു വീട് നന്നാക്കി ഇതൊന്നും ഇനി ഒന്ന് പണിയാനൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുമില്ല. സാധിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാം ചുമന്ന് കൊണ്ടുവരണം. അപ്പൊ നമ്മളെ കൊണ്ട് ഇനി സാധിക്കത്തില്ല ഇനി ഒരു വീട് ഇവിടെ പണിയാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ 50 വർഷമായ വീട് മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ സൈഡിൽ എത്തുവാണെങ്കിൽ നമുക്ക് എങ്ങനെയും പണിതെടുക്കാം. പക്ഷെ നമ്മളിപ്പോ 50 വർഷമായ വീട് ഇപ്പൊ നമ്മൾ ഇച്ചിരി മെയിൻ്റെനൻസ് ചെയ്താണ് നമ്മളിപ്പോ ഇവിടെ താമസിച്ചത്. ഞങ്ങൾ കഴിയുന്ന രീതിയിൽ ഓരോ സമയത്ത് നമ്മുടെ പൈസയൊക്കെ കൂട്ടി വെച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇച്ചിരി പണിതു, സൈഡിലേക്ക് ഇച്ചിരി പണിതു, ഫ്രണ്ടൊക്കെ നമ്മൾ തന്നെ പെയിന്റ് അടിച്ച് അങ്ങനെ ഞങ്ങൾ ആക്കി കൂട്ടി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ വീടാണ്. അപ്പൊ ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം അല്ലെ. അപ്പൊ ഞങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പിറവമാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വഴി എന്ന് പറയുന്നത്. ഇതാണ് അങ്ങ് ദൂരെ കാണുന്ന എന്താണെന്നറിയോ, നമ്മുടെ സ്നൂപ്പിയുടെ കൂടായിരുന്നു കേട്ടോ. സ്നൂപ്പി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര സങ്കടമാണ്. സ്നൂപ്പി ഇല്ലാതെ ഇവർ ആരും അറിഞ്ഞിട്ടില്ല. നമ്മുടെ സ്നൂപ്പി മരിച്ചുപോയി. അവന് 10 വയസ്സ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. 11ഓളം വയസ്സായിട്ടുണ്ട്. പെട്ടെന്ന് 2 ദിവസം അവനൊരു സുഖമില്ലാതെ അവൻ ഭക്ഷണം കഴിക്കാതിരുന്നു. 3-ാമത്തെ ദിവസം അവൻ മരിച്ചുപോയി. പക്ഷെ ഇവൻ വരുന്നവരെ അവൻ ആ നിപ്പ് അങ്ങനെ നിന്ന് ഇവൻ വന്ന് അതിനെ അഴിച്ച് പുറത്തിറക്കി. അവൻ മൂത്രം ഒഴിച്ചു. അവനെ എത്ര കിടന്നാലും കൂട്ടിക്കിടന്ന് അവൻ മൂത്രം ഒഴിക്കത്തില്ല. അപ്പൊ പുറത്തിറക്കി വാതിക്ക് കൊണ്ടു നിർത്തി. അപ്പൊ അവൻ അങ്ങോട്ട് മാറി നിന്ന് മൂത്രം ഒഴിക്കടാന്ന് പറഞ്ഞു. അപ്പൊ മാറി നിന്ന് മൂത്രം ഒഴിച്ചു. എന്റെ കാൽച്ചോട്ടിൽ വന്നു, കാലിന്റെ അടുത്ത് മണത്തൊക്കെ എന്നെ നോക്കി വെച്ച് ഞാൻ പറഞ്ഞു മാറി നിൽക്കടാന്ന് പറഞ്ഞപ്പോ അവൻ മാറി നിന്നു. അത് കഴിഞ്ഞപ്പോ അവനെ കെട്ടുന്നിടത്തോട്ട് പോകാൻ അവൻ തുടങ്ങിയപ്പോ അവന് നടക്കാൻ വയ്യ. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് അവനെ എടുത്ത് കൂട്ടിലോട്ട് കയറ്റെന്ന് പറഞ്ഞു. കൂടിന്റെ വാതിൽക്ക ചെന്ന് ഇവനിങ്ങനെ കൈകൊണ്ട് താങ്ങി കൂട്ടിലോട്ട് കയറ്റിയപ്പോ അവിടെ തന്നെ നിന്ന് അവൻ മരിച്ചുപോയി. മരിച്ചുപോയി എന്ന് പറയുമ്പോൾ ഒരാള് മരിച്ചതിൽ കൂടുതൽ സങ്കടമാണ് നമുക്കുണ്ടായത്. നമ്മുടെ വീടിനൊരു കാവലായിരുന്നു അവൻ. ഇപ്പൊ ഈ വീട്ടിൽ ആര് വന്നാലും നമ്മൾ അറിയില്ല. ഇന്നലെ ഇവിടെ 2 പേര് വന്നവർ ഞങ്ങളന്ന് എന്തോരം കരഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ. ഞങ്ങള് മാത്രല്ല, ഫോൺ വിളിച്ച് ചങ്കരനും തമ്പും കരഞ്ഞ കരച്ചില്ല. പിന്നെ അവനെ നമ്മള് മറവ് ചെയ്തേക്കണ സ്ഥലത്ത് പോയിരുന്നിട്ട് തമ്പ് ഇളയവൻ പോയി അവൻ പറഞ്ഞു ഒരു 1/2 മണിക്കൂർ അവിടെ നിന്ന് അതിനോട് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് അവൻ എഴുന്നേറ്റ് പോയത്. പക്ഷെ ഇന്നലെ ഇവിടെ ആരോ വന്നപ്പോ, ഇന്നലെ ഒരാൾ വൈകിട്ട് ഇവിടെ വന്നപ്പോ എന്നെ ചേച്ചി ഇവിടുത്തെ പട്ടി എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു എടീ പട്ടി ചത്തുപോയെന്ന് പറഞ്ഞു. അയ്യോ ചേച്ചി കഷ്ടമായി പോയല്ലോ, അത് മരിച്ചു പോയെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് അതൊരാള് പോയാൽ കൂടുതൽ. പിന്നെ സ്നൂപ്പിയുടെ കൂട് ഞങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ മൂടി ഇട്ടേക്കണ എന്തിനാണെന്നറിയോ, ഇതാണ് കേട്ടോ നമ്മുടെ വീട്. വീട്ടിൽ നിന്ന് രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോ കേറി നിക്കും, എന്നെ നോക്കി നിക്കും. ഞാൻ അങ്ങ് ഇവിടുന്ന് നടന്ന് ഞാൻ അവിടം വരെ പോണവരെ അവൻ അവിടെ നിൽക്കും. അതുപോലെ ഞാൻ വന്ന സമയമാകുമ്പോ അല്ലേ എഴിയെ കയറി അവിടെ നിൽക്കും, എന്നെ നോക്കും. ഇവിടെ നിൽക്കും ഞാൻ താമസിക്കുവാണെങ്കിൽ. റോഡിൽ ഇവൻ എത്തുമ്പോ എന്നെ നോക്കിയാൽ അവൻ പതുക്കെ ഒരു വണ്ടിയുടെ ശബ്ദം അവന് കേൾക്കുമ്പോ അറിയാം നമ്മുടെ വണ്ടിയുടെ ശബ്ദം. അപ്പൊ ഇവൻ ഇവിടെ നിന്ന് കുറച്ചിവിടെ നിൽക്കും, വാലൊക്കെ കുലുക്കി. അപ്പൊ നമുക്ക് ഇവനെ ഈ കൂടിങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് ആ കൂടിങ്ങനെ തുറന്നിട്ടേക്കുമ്പോ കാണാനൊരു ഭയങ്കര വിഷമായതുകൊണ്ടാണ് ഞങ്ങൾ ആ കൂട് മൂടിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീട്. നമുക്ക് അകലെ നിന്നൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാലും ഞാൻ കുറച്ചും കൂടി ഒന്ന് കാണിക്കട്ടോ. പറമ്പിന്ന് ഇവിടുന്ന് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, എന്നാലും നോക്കാം. ഇത് കണ്ടോ ഈ ഫ്രണ്ടൊക്കെ ഞങ്ങൾ ഷീറ്റ് വർക്ക് 2ാമത് ചെയ്ത. നിങ്ങളെ പുറകിൽ കാണുന്ന ഓടിട്ടില്ല, അത് മാത്രം ഞങ്ങളുടെ വീട് ഈ പണ്ടുണ്ടായിരുന്ന ആ ഓടിട്ട് അത്രയും പോർഷൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ കാണുന്ന ഷീറ്റ് വർക്ക് ചെയ്തേക്കണം, ഈ സൈഡിലേക്ക് ഷീറ്റ് വർക്ക് ചെയ്തെടുത്തേക്കണം, ഒരു റൂം എടുത്തത് അതൊക്കെ നമ്മൾ പിന്നീട് എടുത്താണ് കേട്ടോ. പിന്നീട് എടുത്തത് ഇപ്പൊ നമുക്ക് കയറാം വീട്ടിലേക്ക്. അപ്പൊ ഇത് ഞങ്ങളുടെ വീടിന്റെ സിറ്റ് ഔട്ട് ആണ് കേട്ടോ. അപ്പൊ ഈ സിറ്റ് ഔട്ടും പിന്നെ ഈ സിറ്റ് ഔട്ടിന്റെ ഉള്ളിൽ കാണുന്ന ഒരു ഹാള് പോലത്തെ സാധനം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രണ്ടും നമ്മള് 2ാമത് ഉണ്ടാക്കിയതാണ്. 10 വർഷമൊക്കെ ആയിട്ടുള്ളൂ അല്ലേ, അത്രേ ആയിട്ടുള്ളൂ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ സിറ്റ് ഔട്ട്. തറയിലെല്ലാം ഞങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റ് ആണ് കേട്ടോ ഇട്ടേക്കുന്നത്. അത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെങ്കിലും കാലത്ത് ഇച്ചിരി ടൈലിടുന്ന അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നില്ലേ. അപ്പൊ അമ്മ പറഞ്ഞ് നമുക്ക് സിമെന്റ് ഇടണ്ട, ഇപ്പൊ നമുക്ക് പരിക്കം പോലെ ഇങ്ങനെ ഇട്ടാൽ മതി. പരിക്കെന്ന് പറഞ്ഞാൽ ഇച്ചിരി മിനുസപ്പെടുത്തിയ പരിക്കണം അല്ലേ, അത് ഇട്ടാൽ മതി. അതിനുശേഷം പിന്നെ നമുക്ക് പൈസ ഉള്ളപ്പോ ടൈൽസ് ഇടാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ
ഷീറ്റ് ഇട്ടതാണ് കേട്ടോ. ഇപ്പൊ ഒരു 10 കൊല്ലമായിട്ട് ഈ ഷീറ്റ് ഇങ്ങനെ കിടപ്പുണ്ട് അല്ലേ. പക്ഷേ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ചാരുകസേര ഉണ്ട്. ഈ ചാരുകസേര എന്താന്ന് ചോദിച്ചാൽ അച്ഛന് ഭയങ്കര ആഗ്രഹം ചാരുകസേര അല്ലേ. പണ്ട് അച്ഛനൊരു ചാരുകസേര ഉണ്ടായിരുന്നു അല്ലേ. അത് ഇവിടെ പൂർവിക സ്വത്തായിരുന്നു കുടുംബസ്വത്തായിട്ടുള്ള ചാരുകസേര ഒടിഞ്ഞു പോയിപ്പോ അച്ഛനൊരു ചാരുകസേര വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഇവിടെ ഇടാൻ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊരു കസേര, പ്ലാസ്റ്റിക് കസേര മാത്രം ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കൊട്ടയിലും മട്ടിയിലൊക്കെ ഇരിക്കുന്നതൊക്കെ ഇവിടുത്തെ പുളി ഉണങ്ങുന്നതും ജാതിക്ക ഉണങ്ങുന്നതും ഒക്കെയാണ് കേട്ടോ. ഇത് ജാതിപത്രി ഇപ്പൊ ഞാൻ കടയിൽ വിൽക്കാൻ കൊണ്ടുപോകാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, ജാതിപത്രി. പിന്നെ ഇത് ജാതിക്ക കുരു കണ്ടില്ലേ, ഇതൊക്കെ വിൽക്കാനായിട്ട് അമ്മ ഇപ്പൊ എടുത്തു വെച്ചാണ് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അകത്തേക്ക് കയറാം അല്ലേ അമ്മേ. അകത്തേക്ക് പോകാം. ഇതാണ് നമ്മളുടെ ഹാള് കണ്ടില്ലേ. ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ ലൈറ്റ് ഇട്ടു. ഓക്കെ. അപ്പൊ ഇവിടെ ഞങ്ങൾ ഒരു സോഫ സെറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ സോഫയിൽ ഇങ്ങനെ അച്ഛൻ ഇവിടെ ഇരുന്നിട്ടാണ് TV കാണുന്നത്. TV അവിടെ ഇരിക്കുന്നത്. അമ്മ ഇപ്പൊ ഇരിക്കുന്ന സോഫ സെറ്റില്ലേ അതില് അവിടെ ഇരിക്കും, കിടക്കും, അവിടെ ചെയ്യും. പിന്നെ ഒരു കുഞ്ഞ് കട്ടിൽ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഉള്ള സംഭവങ്ങൾ. ഓക്കെ. ഇത് ഞങ്ങൾ രണ്ടാമത് ചെയ്തതാണ്. പിന്നെ ഇതിന്റെ എല്ലാം മോള് മൊത്തം ഞങ്ങൾ ഇത് ഇങ്ങനെ സീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ സീലിംഗ് ഒക്കെ കണ്ട പയ്യെ ഇങ്ങനെ താണ് വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ജീവികളൊക്കെ കയറുന്നുണ്ട്. മരപ്പട്ടിയൊക്കെ കയറും. കുടുംബ മരപ്പട്ടിയൊക്കെ നമ്മുടെ ഇങ്ങനത്തെ സ്ഥലമായതുകൊണ്ട് അങ്ങനെ കയറും. പിന്നെ ഞങ്ങളുടെ ഈ ഡോറിന്റെ ഒക്കെ കാര്യം എടുത്ത് പറയണം കേട്ടോ. ഈ ഡോറൊക്കെ നമ്മുടെ തടി കൊണ്ട് ഞാൻ നട്ട തേക്ക് വെട്ടി അമ്മ നട്ട അച്ഛൻ കൊണ്ടുവന്നതാണ് അല്ലെ. അച്ഛൻ തേക്കരി കൊണ്ടുവന്നു. പാകി പറിച്ച് ഞാൻ തന്നെ നട്ട, ഞാൻ തന്നെ വെട്ടിച്ച് കതവ് പണിത് നല്ല പോളിഷ് ഒക്കെ ചെയ്തിട്ടൊരു ഇത് പണിതിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഒരു 10 കൊല്ലമായിട്ടുണ്ട്. 10 കൊല്ലമൊക്കെ കഴിഞ്ഞ ഒരു ഡോറാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് ഞങ്ങളുടെ സ്വന്തം തേക്കുകൊണ്ട് ഞങ്ങൾ പിന്നീട് ഇവിടെ പണിതപ്പോ വെച്ച തേക്കാണ് കേട്ടോ. ഇത് ഡോറാണിത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എടുത്തു പറയേണ്ട നല്ല ഫിനിഷിംഗ് ഉണ്ട്. അപ്പൊ ഇത് പണിത് തന്ന എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദർ ആയിരുന്നു, രാധാകൃഷ്ണൻ എന്ന് പറയുന്ന. പുള്ളിയുടെ വീട് ഓണക്കൂറായിരുന്നു. അപ്പൊ പുള്ളി മരിച്ചുപോയി. പുള്ളിയാണ് ഞങ്ങൾക്ക് ഈ ഇവിടുത്തെ ഫർണിച്ചർ എല്ലാം പണിത് പുള്ളിയാണ് കേട്ടോ. അപ്പൊ അതൊന്ന്. പിന്നെ ഈ കിടക്കണൊക്കെ തെങ്ങിന്റെ കട്ടിലാണ്. ഈ തെങ്ങും കട്ടില് ഞങ്ങൾ കൂത്താട്ടുന്ന് വാങ്ങിച്ചാണ്, കൂത്താട്ടുകുളത്ത്. ഇതിന് 2700 രൂപയൊക്കെയാണ് വിലയുള്ളൂ കേട്ടോ. വലിയ തെങ്ങും കട്ടിലിനാണെങ്കിൽ 3000 രൂപ. ഇതിനാണെങ്കിൽ 2750. അതാണ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മളിവിടെ കർട്ടൻ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതും തറ ഷീറ്റാണ് കേട്ടോ. ഇപ്പൊ ഞാൻ പറയുവാണ് ഇനി എന്തെങ്കിലും ഇത് പെട്ടെന്ന് നമുക്ക് ഇതെന്നെ അമേരിക്കുന്ന അരി വാങ്ങിച്ചു റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിച്ചോണ്ട് വന്നു. അപ്പൊ എന്തെങ്കിലും നമുക്ക് സിമെന്റ് ഇടാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വലിയ കലം വെച്ചിട്ടുണ്ട് ഞങ്ങൾ. അതിന്റെ അകത്ത് കയറൊക്കെ കെട്ടി വെച്ചിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി. ഓക്കെ. പിന്നെ ഇവിടെ ഞങ്ങളുടെ TV യൂണിറ്റ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. ടാറ്റ സ്കൈ ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ പ്ലേ ബട്ടൺ ഇരിപ്പുണ്ട് കണ്ടില്ലേ. പ്ലേ ബട്ടൺ നമ്മൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ദീപനാളത്തിന്. ഇപ്പൊ കുറെ നാളായി നമുക്ക് പ്ലേ ബട്ടൺ ചാനൽ തുടങ്ങി ഉടനെ തന്നെ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയായിരുന്നു. അപ്പൊ അത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഓറിയന്റിന്റെ ഒരു ഫാൻ ആണ് കേട്ടോ വെച്ചേക്കണേ. അപ്പൊ എന്നാ വെച്ചാൽ ഇവിടെ സീലിംഗില് ഫാൻ ഇടാൻ പറ്റത്തില്ല, നമ്മുടെ കൈ പൊട്ടും. അത്ര ഹൈറ്റേ ഉള്ളൂ ഇവിടെ. അമ്മ ഒന്ന് കൈ പൊക്കിക്കാമേ. കണ്ടോ, അമ്മയ്ക്ക് തന്നെ, ഞങ്ങൾക്കൊക്കെ സാധാരണ പൊക്കം ഇച്ചിരി കുറവാണ്, എന്നാൽ പോലും അമ്മയ്ക്കാണെങ്കിലും കൈ അവിടെ മുട്ടും. അപ്പൊ സീലിംഗിൽ ഫാൻ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഈ ചാർത്ത് ഇറക്കിയതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഹൈറ്റ് കുറവ് വന്നല്ലേ. അപ്പൊ സീലിംഗും ചെയ്തു. അപ്പൊ ഫാൻ ഇടാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഈ ഓറിയന്റിന്റെ ഫാൻ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല കാറ്റ്, ഈ ഒരു റൂം മുഴുവനും നമുക്ക് കാറ്റ് കിട്ടും. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ലിവിംഗ് റൂം എന്ന് പറയുന്നത്. പിന്നെ ഈ സൈഡിൽ ഇത് കണ്ടോ, ഒരു തട്ട് വെച്ചാലുണ്ടോ, ഇത് മുഴുവനും അച്ഛന്റെ സാധനങ്ങളാണ് കേട്ടോ. അച്ഛന്റെ മരുന്നുകളാണ് ഫുള്ള്. പല പല മരുന്നുകൾ അച്ഛൻ ഇങ്ങനെ അവിടെയാണ് വെക്കുന്നത്. അപ്പൊ ഞാൻ മൊത്തത്തിൽ ഒന്നും കൂടെ കാണിക്കാം. നമ്മളുടെ സിറ്റ് ഔട്ട്. ചാച്ചന്റെ സൈഡിലൂടെ ഇതിലൊരു വഴിയുണ്ട് കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പൊ അച്ഛന്റെ പുറകിലേക്ക് പോകുന്നതാണ്. അവിടെയാണ് നമ്മുടെ വീടിന്റെ അടുക്കളയുടെ ഭാഗം, അവിടെയാണ്. ഓക്കെ. അച്ഛനെ അങ്ങനെയൊന്നും വിളിച്ച അച്ഛന് കേൾക്കത്തില്ല. ഓക്കെ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ. ഇനി നമുക്ക് കാണാൻ പോകുന്നത്, ഇനി നമ്മളുടെ റൂമുകളും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മൾ നമ്മുടെ ഹാളിൽ നിന്ന് നേരെ നമ്മുടെ ലിവിംഗ് പോർഷൻ നേരെ വീണ്ടും സിറ്റ് ഔട്ടിലേക്ക് വന്നു. ഞാൻ ഒന്ന് കാണിച്ചു തരാം. സിറ്റ് ഔട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ സിറ്റ് ഔട്ടിൽ നിന്ന് ഇനി പറയുമേ, സിറ്റ് ഔട്ടിൽ നേരെ നമ്മൾ ഈ മുറിയിലോട്ടാണ് കയറുന്നത്. ഈ മുറി ഇതിപ്പോ അനീഷിന്റെ മുറിയാണ്. അവനാണ് ഇതിനകത്ത് കിടക്കുന്നത്. അവന്റെ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ അതിന് അതുപോലൊരു കഥക ഇതിനെ നമ്മൾ പണിത് വെച്ചിട്ടുണ്ട്. നല്ല നല്ല മിനുസമുള്ള കഥവായിട്ടാണ്. നല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ കഥ. ഇത് ആര് പണിതാന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്റെ മുറി ഒന്ന് കാണിക്കാം കേട്ടോ. അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് മുഴുവനും. ഓക്കെ. അപ്പൊ ഇതാണ് റൂം. അപ്പൊ ഇവിടെ ഒരു ജനലുണ്ട് ഇവിടെ.
പിന്നെ ഇതാണ് മൊത്തത്തിലുള്ള റൂമിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ മുറി എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ അത്ര അലമാരി ഉണ്ട്, പിന്നെ പിന്നെ ഒരു കൂളർ ഉണ്ട്, ഒരു മേശയുണ്ട്. ഇത്രയും സാധനങ്ങളാണ്. ഇതെന്റെ നേസൽ സ്പ്രേ ഒക്കെ ഉണ്ട്. എനിക്ക് സൈനസിന്റെ ഒക്കെ പ്രശ്നമുണ്ട്, അപ്പൊ അതിനുള്ള നേസൽ സ്പ്രേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ 1-2 ഷീൽഡുകളൊക്കെ എനിക്ക് കിട്ടിയ ട്രോഫീസ് ഒക്കെ അതങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതാണ് എന്റെ മുറി. ഓക്കെ, ഇത് നമ്മൾ പുറത്തുനിന്ന് ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ റൂം നമുക്ക് ഇങ്ങനെ ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് വീടിന്റെ അകത്തേക്ക് ഈ റൂമിൽ നിന്ന് കയറാൻ പറ്റത്തില്ല. സിറ്റൗട്ടിൽ നിന്ന് മാത്രം. പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു വീടുകൾക്ക് അല്ലേ. അപ്പൊ സിറ്റൗട്ടിൽ നിന്ന് മാത്രമേ വരാൻ പറ്റുള്ളൂ. ഇവരിവിടെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവരെ വിളിച്ച് ബെല്ലടിച്ച് ഇവിടെ കോളിംഗ് ബെല്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ബെല്ലടിച്ച് ഇവരെ വിളിച്ചിട്ട് വേണം എനിക്ക് റൂം തുറന്നകത്ത് കയറാനായിട്ട്. അങ്ങനെയാണ് എന്നെ വന്ന് തട്ടി വിളിക്കണം. ഇപ്പൊ നമ്മൾ കണ്ടത് ഈ സെറ്റ് ഔട്ടും ഈ ഹാളും ആ മുറി നമ്മളിപ്പോ 10 കൊല്ലത്തിന് മുമ്പ് പണിത വീടാണ്. അതിന് പണ്ട് നമ്മൾ പണിത നമ്മുടെ ആകെയുള്ള ഒരു വീട് 19 വർഷത്തിന് മുമ്പുള്ള വീടെന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ ഈ ഒരു തടിപ്പ് കാണുന്നില്ല. ഇവിടെ ഒരു ഇറയനായിരുന്നു. ഇവിടെ ഒരു ഭിത്തിയായിരുന്നു. അവിടെ എന്നിട്ട് ഒരു ഇറയനും ഇവിടെ ഒരു വാതിലുമായിരുന്നു. അപ്പൊ ഒരു കുഞ്ഞു വരാന്ത അതൊക്കെ വെച്ചായിരുന്നു. അപ്പൊ നമ്മൾ ബാക്കി ഇത്രയുള്ളായിരുന്നു. ഒരു കട്ടിലിടാം. നമ്മൾ അങ്ങനെയാണ് കണ്ടത്. പിന്നത്തെ മുറി എന്ന് പറഞ്ഞാൽ ഈ മുറിയാണ്. അപ്പൊ അന്നും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് ഈ മുറിയിലേക്കാണ് അന്ന് കയറിക്കൊണ്ടിരുന്നത്. അതിന്റെ പുറകില് ആ വാതിലാണ് ഇത് ഇപ്പോഴും. അപ്പൊ അന്നത്തെ നമ്മുടെ വാതില്. അപ്പൊ ഇത് നമ്മളുടെ ഒരു ഇപ്പൊ നമുക്ക് ഞങ്ങൾ എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ, ആ ഭിത്തി ഇതിന്റെ പൊളിച്ചു കളഞ്ഞത് ഇവിടുന്നായിട്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇപ്പൊ ക്യാമറ കാണുമ്പോൾ കാണാൻ പറ്റത്തില്ല അങ്ങനെ. അപ്പൊ ഞങ്ങൾ പൊളിച്ചു കളഞ്ഞിട്ട് ഇത് കണ്ടില്ല, ഇതൊരു വലിയ മുറിയാക്കി ഞങ്ങൾ ഇപ്പൊ അങ്ങ് എടുത്തു. അപ്പൊ നമുക്കൊരു വലിയ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു മുറിയാകും. ഒത്തിരി എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു ഡൈനിങ് ടേബിൾ ഒക്കെ നന്നായിട്ട് ഇടാം. ഇവിടെ ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ആ ഡൈനിങ് ടേബിൾ ഇപ്പൊ ഞങ്ങൾ മാറ്റിയതാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 ഡൈനിങ് ടേബിൾ ഉണ്ട്. രാധാകൃഷ്ണൻ ചേട്ടൻ പണിത് തന്ന ഒരു തടിയുടെ ഡൈനിങ് ടേബിൾ ഉണ്ട്, അത് ഞങ്ങൾ ഇപ്പൊ മാറ്റി ഇട്ടേക്കുവാണ്. പിന്നെ ഉള്ളത് പ്ലാസ്റ്റിക്കിന്റെ ഡൈനിങ് ടേബിൾ, പണ്ട് വാങ്ങിച്ചിട്ടുള്ള ഡൈനിങ് ടേബിൾ. അപ്പൊ ഇപ്പൊ ഞങ്ങൾ എന്താ പറയുക, ഇതിന്റെ അകത്തേക്ക് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം ഇങ്ങനെ ഇവിടെ ഇരുന്ന് കഴിപ്പ് കുറവാ ഇതിന്റെ ഉള്ളിൽ റൂമിന്റെ അകത്ത്. സിറ്റ് ഔട്ടിലോ അതല്ലെങ്കിൽ ഹാളിലോ ഇരുന്ന് എല്ലാരും ഞാനും അച്ഛനേ ഉള്ളൂ. ഞങ്ങൾ എവിടെങ്കിലും ഒക്കെ ഇരുന്ന് കഴിക്കും. അമ്മ കൂടുതൽ അടുക്കളപ്പുറത്തിരുന്നാണ് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥലമില്ലേ, അവിടെയാണ് അമ്മയും ഞാനും മിക്കവാറും അവിടെ ഇരുന്ന് കഴിക്കുന്നത്. ഞാൻ വൈകുന്നേരം വരുമ്പോഴാണ് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കും 4 മണിക്കൊക്കെ. പക്ഷെ രാത്രിയിൽ ഞങ്ങൾ എല്ലാരും ഭക്ഷണം കഴിക്കുന്നത് ഇതിന്റെ തറ നമ്മളെ റെഡ് സൈഡ് ആയിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ ഒത്തിരിയും വർഷമായോണ്ട് അതെല്ലാം അങ്ങനെ പോയത് മാത്രമല്ല ഈ ഭിത്തി പൊട്ടിച്ചുകൊണ്ട് അവിടെ എല്ലാം മണ്ണും ഒക്കെ വീണു. അവിടെ നമ്മളെ ഷീറ്റ് മേടിച്ച് വിരിച്ചേക്കുവാണ്. എല്ലാം ഷീറ്റാണ്. എല്ലാം ഷീറ്റാണ്. ഷീറ്റ് ഇല്ലാത്ത നമ്മുടെ പഴയ റെഡ് സൈഡ് ഈ മാത്രമേ ഉള്ളൂ ഷീറ്റ് ഇല്ലാത്ത. ഇതിനകത്ത് ഈ റെഡ് സൈഡ് ആണ് ഇപ്പോഴും കിടക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ കയറാത്തതുകൊണ്ട് അതിന്റെ കളറൊന്നും പോയില്ല. പണ്ടൊക്കെ നമുക്ക് അലമാരി വെക്കുവാന്ന് പറഞ്ഞാൽ ഭിത്തി അലമാരിയാണ് വെക്കുന്നത്. ഇങ്ങനെ തടി കൊണ്ട് പണിത് ഇങ്ങനെ അലമാരി വെക്കുവാണ്. ഇതിന് അടപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ അലമാരി അതൊക്കെ ഇപ്പൊ പോയി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ തടി കൊണ്ട് പണിതായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു ഭിത്തി അലമാരിയുണ്ട്. വേറെ അപ്പൊ ഈ വയറിംഗ് ഒക്കെ നമ്മളിങ്ങനെ പൊളിച്ച് ആദ്യത്തെ വയറിനെ കളഞ്ഞാൽ ഇവിടെ കത്തിപ്പോയി. ഇടി വെട്ടി ഇതെല്ലാം കത്തിപ്പോയായിരുന്നു. അപ്പൊ രണ്ടാമത് ചെയ്തതിന്റെയാണ് ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ടൊക്കെ. ഇവിടെ എന്താ സീലിംഗ് ചെയ്തിട്ട് മൊത്തം റൂം സീൽ ചെയ്ത്. അപ്പൊ ഇവിടെ സീലിംഗ് ഫാൻ ഉണ്ടെങ്കിൽ കൈമുട്ടും. ഇപ്പൊ ഞാൻ കിടക്കുന്നത് ഇവിടാണ്, ഈ കട്ടിലാണ് ഞാൻ കിടക്കുന്നത്. ഇവിടെ ഇങ്ങനെ കിടക്കും. ഒരു കട്ടിലുണ്ട്, ഞാൻ ഇങ്ങനെ കൂടെ കിടക്കും. ഒരു അലമാരി ഉണ്ട്. ഈ അലമാരിക്കകത്തെല്ലാം ഡ്രസ്സുകളാണ് ഇരിക്കുന്നത്. അലമാരി ഞാൻ തുറന്ന് കാണിക്കുന്നത്. അമ്മയുടെ അലമാരി തുറന്ന് കാണിക്കാം. അമ്മയ്ക്ക് ഒത്തിരി സാരീസ് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ മുറിയിൽ ഇരിക്കുന്ന അലമാരികളിൽ ഇരിക്കുന്ന മുഴുവനും അമ്മയുടെ സാരി മാത്രമുള്ള ഈ അലമാരിയിലല്ലേ. അത് ഞാൻ കാണിക്കാൻ ഇത് കണ്ടോ, ഒത്തിരി സാരി കളക്ഷൻസ് ഉണ്ട്. സാരി കളക്ഷൻസ് അങ്ങനെയല്ല, അമ്മയ്ക്ക് കുറെ സാരികളുണ്ട്. അപ്പൊ ഇതെല്ലാം സാരികളാണ് കേട്ടോ അമ്മയുടെ. കണ്ടോ, ഇതെല്ലാം ഇപ്പൊ അമ്മയ്ക്ക് ഇതൊന്നും ഞാൻ പറയാൻ കാരണം വെച്ചാൽ അമ്മയ്ക്ക് ഇപ്പൊ ഇതൊന്നും ഉടുക്കാൻ പറ്റത്തില്ലേ. കാരണം അമ്മയുടെ ഇപ്പൊ പ്രായമായപ്പോഴത്തേക്ക് കൊടുത്തു. നമുക്ക് ഇഷ്ടം പോലെ പണ്ടൊരു കാലത്ത് നമ്മൾ തുണിക്ക് ഒത്തിരി കൊതിച്ചു. പക്ഷെ ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ തുണി. ഇത് മുഴുവനും അമ്മയുടെ സാരികളാണ് ഇതിന്റെ അകത്തുള്ള. ഇനി അത് കൂടാണ്ട് വേറെയും ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെ, അലമാരിയിലില്ല ഉള്ളതല്ലാതെ. അപ്പൊ അമ്മ സാരി മാത്രമേ ഉടുക്കത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ പണ്ട് കാലത്ത് നിങ്ങൾ ഓർക്കണുണ്ടോന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ ഇതിനകത്ത് തുണിയൊക്കെ വെച്ചാണ്.
പണ്ട് കാലത്ത് വീടുകളിലൊക്കെ അലമാരി ഇല്ലായിരുന്നു, ഷോക്കേസ് ഷോക്കേസ്. അപ്പൊ ആ ഷോക്കേസ് ആണ് കേട്ടോ. ഇപ്പൊ ഇതിങ്ങനെ എല്ലാം അന്ന് ഇവിടെ ആയിരുന്നു ടി വി വെച്ചിരുന്നത്. അത് തന്നെ അത് ഞാൻ പറയാം. ഇപ്പോഴല്ലേ പിറ്റേ വെക്കുന്ന ടി വി. പണ്ടത്തെ ഞങ്ങൾ ടി വി ഇരുന്ന് ഇവിടെയായിരുന്നു കേട്ടോ. ഇവിടെ കണ്ട കറണ്ട് കണക്ഷൻ അവിടെ. ഇവിടെ ഞങ്ങൾ ടി വി വെച്ചിരുന്നു ഇവിടെ. ഇവിടെ ഓരോ ഷോപ്പീസ് ഒക്കെ വെക്കുമായിരുന്നു. പിന്നെ ഈ മുകളിലിരിക്കണൊക്കെ അമ്മയ്ക്ക് യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷമൊക്കെ കിട്ടിയിട്ടുള്ള ഓരോ ഷീൽഡുകളൊക്കെയാണ് കേട്ടോ. ഓരോ അമ്മയ്ക്ക് ബെസ്റ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവാർഡ് കിട്ടിയായിരുന്നു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ളതിന്. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കിട്ടിയതൊക്കെയാണ് അവിടെയൊക്കെ വെച്ചേക്കുന്നത്. അപ്പൊ ഇതാണ് അമ്മയുടെ മുറി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അമ്മയുടെ മുറി എന്ന് പറഞ്ഞാൽ കാരണം ഇത് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അച്ഛൻ ഇവിടെ കിടക്കാം. അച്ഛനാണ് ഇവിടെ ശരിക്കും കിടന്നോണ്ടിരുന്നത് അല്ലേ. ഇഷ്ടമല്ല അച്ഛന്. ആ മുറിയിൽ അച്ഛനും പിന്നെ ഞങ്ങളുടെ ഈ വലിയ മുറിക്കകത്തൊരു കട്ടിലിട്ടിട്ട് ഇവിടെ ആരെങ്കിലും കിടക്കും. ഇപ്പൊ അമ്മയൊക്കെ ആണെങ്കിൽ ഇവിടെ കിടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അച്ഛൻ എന്താന്ന് ഈ ഇവിടെ കിടക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അപ്പൊ അച്ഛൻ ഹാളിലാണ് കിടക്കണേ. ചാച്ചന് നല്ല ടി വി ഒക്കെ ഫുൾ ടൈം കണ്ടുകൊണ്ട് കിടക്കണം പറഞ്ഞ് ഹാളിലേക്ക് മാറി അച്ഛൻ. ഞാൻ അപ്പുറത്തെ റൂമിൽ. ഇനി നമുക്ക് ഉണ്ടല്ലോ ഞങ്ങളുടെ പണ്ടത്തെ ഒരു റൂം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതെല്ലാം നമ്മൾ സീൽ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം. പിന്നെ ഇവിടെ കണ്ട സീലിംഗിൽ നമുക്ക് കയറാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ ഇതിലൂടെ കയറിയാൽ നമ്മുടെ വീടിന്റെ മുകളിലേക്ക് കാണാം കേട്ടോ. ഓടിട്ടേനാണ് ഇങ്ങനെ ചില്ലൊക്കെ വെച്ചിട്ടുണ്ട്, വെട്ടം കാണാൻ. മാറാലയൊക്കെ ഇങ്ങനെ തൂത്ത് കളയാനും കിടക്കുവാണ്. ഇതിനൊരു അടപ്പുണ്ട് അല്ലേ. അപ്പൊ ഇത്രയായിരുന്നു ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മുറി, ഇപ്പൊ അമ്മ കിടക്കുന്ന മുറി, അത് അത്രേ ഉള്ളൂ. പിന്നെ അതെ നമ്മുടെ ഇവിടുന്ന് ഇറങ്ങിയുള്ള നമ്മുടെ കുഞ്ഞ അടുക്കള. ഇത്രയാണ് ശരിക്കും ഞങ്ങളുടെ പഴയ വീട്. ഇതാണ് നമ്മുടെ അടുക്കള. കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ അടുക്കള. ഇപ്പൊ ഞങ്ങൾ കുറെ സാധനങ്ങൾ അതും ഇതൊക്കെ ചെയ്തിട്ടെല്ലാം അലങ്കോലപ്പെട്ട് കിടന്നപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഉണ്ടാകുന്ന ഒരു വാരമുറി ഉണ്ട്, അതിനെ കാണിക്കും. പണ്ട് വീടുകൾക്കൊക്കെ ഇങ്ങനെ വാരമുറി ഉണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് വാരമുറി ആയിട്ടൊന്നും നോക്കണില്ല. ഇപ്പൊ ഇതിൽ ആരും കിടക്കാറില്ല. ഇത് നന്നായിട്ട് കിടന്നോണ്ടിരുന്നതാണ് കേട്ടോ. അന്നത്തെ ബെഡ് സ്വിച്ച് അത് കാണിച്ചു തരാവേ. പണ്ടത്തെ ഇവിടുത്തെ ബെഡ് സ്വിച്ച് ആണ് കേട്ടോ. ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള ബെഡ് സ്വിച്ച് ആണ്. അപ്പൊ ഇങ്ങനെ ബെഡ് സ്വിച്ച് ഉണ്ട്. അന്നത്തെ കാലത്ത് നോക്കി ഇതിന് മേൽക്കൂര നിങ്ങൾ കണ്ടോ. ഇത് ഈ ഷീറ്റൊക്കെ ഇപ്പോഴല്ലേ നമ്മളുടെ ഒറാലിയം ഷീറ്റ്, പല ടൈപ്പ് ഷീറ്റുകളൊക്കെ. അന്ന് ഈ തിൻ ഷീറ്റ് ഇങ്ങനത്തെ ഷീറ്റാണ് ഇത്. ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മള് പെയിന്റ് അടിക്കണം. പെയിന്റ് അടിച്ച് വെച്ചിട്ടുള്ള ഷീറ്റാണ് ഈ. ഇതിന്റെ ഒരു പ്രത്യേകത കാര്യം കൂടെ പറയാം. ഇതിന് കട്ടയില്ലായിരുന്നു. ഞാനും അനീഷും കൂടെ കൂടിയാണ് സിമെന്റ് കട്ട പിടിച്ചാണ് ഞങ്ങൾ ഇത് ഇത്രയുടെ കെട്ടിയത്. ഇതിനകത്തിട്ട് ഞങ്ങൾ സിമെന്റ് കട്ട ഉണ്ടാക്കി വാർത്തെടുത്ത് ഇത് കെട്ടിയത്. കെട്ടി അവനാണ് ഇത് തേച്ചത്, പണം എടുത്തത്. ഇതിന് കണ്ടോ പണ്ടത്തെ ടൈപ്പ് വെന്റിലേഷൻസ് ഒക്കെയാണ് വെച്ചേക്കുന്നത് കണ്ടോ. ഇവിടെ ഒരു വെന്റിലേഷൻ ഉണ്ട്, ഇവിടെ ഒരു വെന്റിലേഷൻ അവിടെ ഉണ്ട്. ഇതൊക്കെ ശരിക്കും ഇനിയിപ്പോ ഉണ്ടല്ലോ ഈ മേൽക്കൂരയൊക്കെ ഞങ്ങൾക്ക് മാറ്റണം. കണ്ടില്ലേ, മേൽക്കൂരയൊക്കെ മൊത്തം പോയി കിടക്കുവാണ്. ഈ മേൽക്കൂര മാറ്റി നല്ല ഷീറ്റ് ഇടണം ഇതിന്റെ അകത്ത്. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂമിന് നല്ല ഒരു കബോർഡൊക്കെ ഇവിടെ ഉണ്ട്. അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ കബോർഡൊക്കെ കേട്ടോ. ഇങ്ങനെ കബോർഡ് ഉണ്ട്. ഇതിന് വേണമെങ്കിൽ ഗ്ലാസ് ഒക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഇത് പണ്ടത്തെ ഞങ്ങളുടെ ടിവിയുടെ സ്റ്റെബിലൈസറുകൾ. ഇത് ഫ്രിഡ്ജിന്റെ സ്റ്റെബിലൈസർ, ഇത് ടിവിയുടെ സ്റ്റെബിലൈസർ. ഇത് ഞങ്ങളുടെ ഇപ്പൊ ഞങ്ങള് ഇതിന്റെ അകത്ത് സ്റ്റോർ റൂം പോലെയാണ് ശരിക്കും പറഞ്ഞ. ഇപ്പൊ ഇത് നോക്കണം അല്ലെ, ഈ ആലുക്കുലത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഈ മൂല ഞങ്ങളുടെ ഒലക്ക പണ്ടത്തെ. ഇത് ഞങ്ങളുടെ കുടുംബ സ്വത്താണ് ഈ ഒലക്ക അല്ലേ. അപ്പൊ ഈ മുറി ഒന്ന് ശരിയാക്കി എടുത്തിട്ട് ഈ മുറികളൊന്ന് സീൽ ചെയ്താൽ നല്ലൊരു റൂമായത് അല്ലേ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ പഴയ ഫ്രിഡ്ജാണ്, കേടാണ്. ഇത് ഞങ്ങളുടെ ആദ്യകാല ഫ്രിഡ്ജ്. ആദ്യം ഇതിന് പെയിന്റ് അടിച്ചാൽ ഇതിന് പെയിന്റ് എല്ലാം പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഭിത്തിക്ക് അടിച്ച ഈ പിങ്ക് പെയിന്റ് ഇരുന്നിട്ട് ആദ്യം പണ്ട് എടുത്തടിച്ചിട്ട് അങ്ങനെ ആയിപ്പോയതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വീടിന്റെ ഈ ഒരു കുഞ്ഞു വാരമുറി കണ്ടു, ഈ ഹാള് കണ്ടു. ഇനിയിപ്പൊ നമുക്കിത് ഞങ്ങളുടെ അടുക്കള. ഇതാണ് നമ്മളുടെ വീടിന്റെ അടുക്കള. ഓക്കെ, ചിലർ പറയും എന്തിനാ നിങ്ങൾ കുഞ്ഞടുക്കള പറയാം. ഇത് മാത്രം നമ്മൾ സീൽ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഇത് നമുക്കറിയാം ഇതെല്ലാം ഇങ്ങനെ ചാർത്താണ്. ഇതെല്ലാം ഇങ്ങനെ ചാർത്ത് എടുത്തേക്കാണ് ഈ വീടിന്റെ അകത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. അപ്പൊ നമ്മുടെ അടുക്കള, ഇപ്പോഴത്തെ നമ്മുടെ ഫ്രിഡ്ജ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയുള്ളത് നമ്മളുടെ വർക്ക് ഏരിയ എന്നൊക്കെ പറയുന്ന പോലത്തെ സ്ഥലം. അപ്പൊ ഇവിടെയും കണ്ടല്ലോ, ഇവിടെയൊക്കെ കണ്ടോ ഓടൊക്കെ നമുക്ക് മൊത്തം പോയിട്ട് ഞങ്ങൾ മുകളിൽ ഷീറ്റ് ഇട്ടേക്കും കേട്ടോ. ഇതെല്ലാം ഇനി മാറണം. ഇവിടെ തെങ്ങുണ്ട്, തേങ്ങ വീണ് മൊത്തം ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ അരകല്ലും. ഇതൊക്കെ പെയിന്റ് അടിച്ചിട്ട് കുറെ നാളായിട്ടോ. അപ്പൊ പെയിന്റ് ഒക്കെ സത്യം ഞാൻ വാങ്ങിച്ചു വെച്ചായിരുന്നു, പക്ഷെ അടിക്കാൻ സമയമില്ല, അതുകൊണ്ട് അടിച്ചില്ല. അപ്പൊ ഇതിങ്ങനെ ക്യാമറ കാണുമ്പോൾ എന്തോ പോലെ ഇരിക്കും, പക്ഷേങ്കിൽ ഇതാണ് നമ്മുടെ പണ്ടുകാലത്തെ നമ്മുടെ സിങ്കും സ്ലാബും ഒക്കെയാണ് ഇത്. പിന്നെ ഇത് ഞങ്ങളുടെ സ്റ്റോർ റൂമാണ്, അന്നത്തെ കാലത്തെ സ്റ്റോർ റൂമാണ് കേട്ടോ ഇത്. ഇതിന്റെ അകത്ത് ഇതിന് ഡോറൊക്കെ ഉണ്ട് സ്റ്റോർ റൂമിന്. പിന്നെ ഇതിന്റെ അകത്ത് ഉള്ള സാധനങ്ങൾ
എലിനെ പിടിക്കാനായിട്ട് എലിപ്പെട്ടി മുകളിൽ ഇരിപ്പുണ്ട്. പഴയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇതിന്റെ അകത്തുള്ളത്. തേങ്ങയൊക്കെ ഇടുമ്പോ ഇവിടെയാണ് പിറക്കിക്കൊണ്ടിരിക്കുന്നത്. തേങ്ങയൊക്കെ പിറക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലം, ഇടുന്ന സ്ഥലം ഇതാണ്. അപ്പൊ ഇനി ഇത്രയും നിങ്ങൾ കണ്ടില്ലേ. ഇനി നേരെ നമ്മൾ പോണം. ഇനിയാണ് നമ്മളുടെ നിങ്ങൾ എപ്പോഴും കാണാറുള്ള നമ്മളുടെ വീഡിയോയിലെ കിച്ചൺ, അടുക്കള. ശരിക്കും ഞങ്ങൾ കഞ്ഞിയും കറിയും എല്ലാം ഉണ്ടാക്കുന്നത് ഈ ഒരു അടുക്കളയിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതും കണ്ടു, ഇത് ഞങ്ങൾ ഇങ്ങനെ ചാർത്തിറക്കിയേക്കുന്ന സ്ഥലമാണ് ഇത്. മിറ്റമായിരുന്നു. ഈ മിറ്റം ഞാനും അമ്മയും കൂടെ കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഇവിടുത്തെ പണികൾ കൂടുതൽ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാ പണിയും പറഞ്ഞില്ല, ഇഷ്ടിയ സിമെന്റ് ഇഷ്ടിയ പിടിച്ച് ഞങ്ങൾ അത് കെട്ടി. അപ്പൊ ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാണ് സിമെന്റ് ഇട്ടു. ഇതെല്ലാം അടുപ്പൊക്കെ ഇതൊക്കെ ചെയ്ത് അവനാണ്. ഞാൻ എന്റെ ഹെൽപ്പ് ചെയ്തതേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഇപ്പൊ പറ്റൂല, അല്ലെ ഞാൻ തന്നെത്താനൊക്കെ ചെയ്യും, എനിക്കും അറിയാം. ഇതാണ് നമ്മുടെ യൂട്യൂബിന്റെ കിച്ചൺ. കണ്ടോ, ഈ വർക്ക് ഏരിയ ഇങ്ങനെ ഇറങ്ങി വരുന്ന സ്ഥലത്താണ് നമ്മുടെ യൂട്യൂബിന്റെ കിച്ചൺ. ഇനി ഞാൻ ഒന്ന് പുറകിലേക്ക് പോയി കാണിക്കാം. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളാണ് ഇതിന്റെ മുകള്. അപ്പൊ നിങ്ങൾ യൂട്യൂബിന്റെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്, പക്ഷെ ഇതിന്റെ മുകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ഇങ്ങനെയാണ് ഇതിന്റെ മുകളൊക്കെ ഞങ്ങൾ കണ്ടില്ലേ. ഇങ്ങനെ പഴയ ഷീറ്റ് ഒക്കെ വെച്ച്, ഇത് ഞങ്ങളുടെ റിംഗ് ലൈറ്റ്, വീഡിയോ എടുക്കുന്ന റിംഗ് ലൈറ്റ്. ഇപ്പൊ നമ്മള് ഒരു റംബൂട്ടാന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. ഇപ്പൊ അതിനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങള് അപ്പോഴാണ് ഈ വീഡിയോ എടുത്തത്. ഇത് നമുക്ക് കണ്ടില്ല, ഇത് മിറ്റായിരുന്നു ശരിക്കും. അത് ഞങ്ങൾ ഇങ്ങനെ കമ്പും കഴയൊക്കെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചു. ആദ്യം നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചിട്ടു. അത് കഴിഞ്ഞപ്പോ ഇനിയുണ്ടല്ലോ, ഇനി നമ്മുടെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാം. പുറം ഭാഗം നമ്മുടെ വീടിന്റെ വാട്ടർ ടാങ്ക് ഇവിടെ നിലത്താണ്. ഞങ്ങൾക്ക് വീട്ടിൽ വെള്ളം പൈപ്പിൽ കിട്ടത്തില്ല. ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് അല്ലാതെയാണ് വെള്ളം എടുക്കുന്നത്. ടാങ്ക് വെച്ചിട്ടില്ല. ഇത് കിണറാണ്. കിണർ മുഴുവൻ നമ്മൾ നെറ്റിട്ട് മൂടിയേക്കുവാണ് കേട്ടോ. നമുക്ക് ഇതിന് ഒരു ചുറ്റുമതിലൊക്കെ കെട്ടണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കല്ലൊക്കെ ഇട്ട് കെട്ടാനുള്ള ബുദ്ധിമുട്ടുകള് അങ്ങനെയുള്ളതുകൊണ്ട് ഞങ്ങൾ കെട്ടിയിട്ടില്ല. മൊത്തം നെറ്റിട്ട് കവർ ചെയ്തേക്കുവാണ്. പിന്നെ നമ്മളിത് ഒരു ടാങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടാങ്ക് അല്ല, ടാങ്കിന്റെ സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെ അതിലേക്ക് എടുത്തു വെച്ചില്ല. അപ്പോഴാണ് നമ്മുടെ വീട് പണിയൊക്കെ അവിടെ ആയപ്പോഴത്തേക്കും നമ്മുടെ ടാങ്ക് അങ്ങനെ ആക്കിയത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ഷീറ്റ് വലിച്ചു കെട്ടിയേക്കുവാണ് ഇവിടെ. പിന്നെ ഇവിടെയാണ് നമ്മളുടെ വാഷിംഗ് മെഷീൻ ഒക്കെ ഇരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പൊ ഇവിടെയാണ് നമ്മൾ തുണി കഴുകുന്നതൊക്കെ ഇവിടെയാണ്. ഇത് ഞങ്ങളുടെ വീടിന്റെ ഇപ്പോഴത്തെ പുറകുവശം, നമ്മുടെ അടുക്കളയൊക്കെ ഉള്ള പുറകുവശം. പിന്നെ വീടിന് ഒത്തിരി ഓടൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ചോർച്ചയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് ഷീറ്റ് ഇട്ട് മൂടിയേക്കുവാണ് കേട്ടോ മൊത്തം ഞങ്ങളുടെ വീട്. അപ്പൊ ഇതാണ് നമ്മളുടെ കൊച്ചു വീടും കൊച്ചു സൗകര്യങ്ങളും കൊച്ചു പരിസരവും. കുറെ നാളുകൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളുടെ വീട് എന്നാ ഒന്ന് കാണിക്കാത്ത, എന്നാ വീടൊന്ന് കാണിക്കാത്ത. നമ്മുടെ വീടിന്റെ അവസ്ഥ, വീട് കാണിക്കാത്ത എന്നാന്നറിയോ, എന്നും നമ്മൾ വന്ന് നമുക്കൊന്നുകൂടെ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് കാണിക്കാം. പക്ഷെ പെയിന്റ് ഒക്കെ മേടിച്ചപ്പോൾ ഇരിപ്പുണ്ട്, അടിക്കാൻ നേരമില്ല. അപ്പൊ നമുക്ക് കൂലി കൊടുത്ത് അടിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അപ്പം തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവന് സമയമില്ലാതെ നമ്മൾ പെയിന്റ് അടിയൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചേക്കാണ്. അതുകൊണ്ട് അന്നിട്ട് വീഡിയോ എടുക്കാൻ ലാസ്റ്റ് പെയിന്റ് അടി നടക്കില്ല, ഒന്നും നടക്കില്ല. ലാസ്റ്റ് ഇപ്പൊ ഞങ്ങള് വീട് ഹോം ടൂർ ഇന്നാളിപ്പോ ക്രിസ്മസ് ആയപ്പോ ഞാൻ മുൻവശമെങ്കിലും ഒന്ന് പെയിന്റ് അടിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ക്രിസ്മസ് ഒക്കെ ആയപ്പോൾ അവധി സമയമില്ലാതായി പോയി, നമ്മൾ അടിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ അവസ്ഥയും നമ്മൾ ഇതിനകത്ത് താമസിച്ചുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീടും പരിസരവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ വേറൊരു കാര്യം പറയാം, ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വർഗ്ഗമാണ് ശരിക്കും അല്ലെ. ഞങ്ങളിപ്പോ എവിടെ പോയാലും ഇവിടെ വരുമ്പോ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷവും ഒരു സമാധാനം വേറെ എവിടെ പോയാലും കിട്ടത്തില്ല. ശരിക്കും ഉറങ്ങണമെങ്കിൽ ഇവിടെ വരണം. നമ്മുടെ ഈ വീടെന്ന് പറയുമ്പോഴുണ്ടല്ലോ, നമ്മൾ ജനിച്ചു വളർന്ന നമ്മൾ 50 വർഷം കൊണ്ട് നമ്മൾ താമസിച്ച വീടാണ്. അപ്പൊ നമുക്ക് ഇതൊരു ഭയങ്കര കുഞ്ഞതായ നമുക്കൊരു സ്വർഗം പോലാണ് ഈ വീട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക ഒക്കെ ചെയ്യുക അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.